ബീഹാറിലെ പാറ്റ്നയിലെ തെരുവുകളിൽ മുഴങ്ങുന്ന ഓരോ വെടിയൊച്ചക്കും ഒരു ചരിത്രമുണ്ട്. ഉത്തരേന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ഐക്കോൺ, എന്നാൽ വിവാദങ്ങളുടെ കൊടുങ്കാറ്റിലകപ്പെട്ട ഒരാൾ. അതാണ് ഖാൻ സാർ. കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത, എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വ്യക്തി ആരാണ്? അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ ശരികൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ബീഹാറിലെ പട്നയിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തിരികൊളുത്തി ഖാൻ സാർ ഇന്ന് ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാണ്. ഒരു സാധാരണ അധ്യാപകൻ എങ്ങനെ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നു? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും ആചാരങ്ങളും പലപ്പോഴും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസൂയുള്ളവർ നടത്തുന്ന ഗൂഢാലോചനയാണോ, അതോ അദ്ദേഹത്തിന്റെ തന്നെ നിലപാടുകളുടെ പ്രതിഫലനമാണോ? ഉത്തരം തേടുകയാണ് സമൂഹം. പട്നയിലെ മുസലപൂർ, ഇവിടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു. ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒരേ ഒരു പേര് ഖാൻ സാർ. 6 അംഗങ്ങളിൽ തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഉദ്യോഗസ്ഥരാക്കിയ ഒരു വിദ്യാഭ്യാസ സാമ്രാജ്യം. എന്നാൽ ഒരു അധ്യാപകൻ എന്നതിനപ്പുറം വിവാദങ്ങളുടെ കൊടുങ്കാറ്റിലകപ്പെട്ട അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം നമുക്ക് പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ ദിയോറയിൽ ജനിച്ച ഫൈസൽ ഖാൻ സൈനികനാകാൻ ആഗ്രഹിച്ച ആ യുവാവ് വെൽഡിംഗ് ജോലികൾ വരെ ചെയ്താണ് തന്റെ ജീവിതം എത്തിപ്പെടുത്തത്. പിന്നീട് അലഹാബാദിൽ നിന്ന് ഭൂമിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം സങ്കീർണമായ വിഷയങ്ങളെ സാധാരണക്കാരന്റെ ഭാഷയിൽ പഠിപ്പിച്ചു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസത്തിനപ്പുറം ആരോഗ്യ മേഖലയിലും അദ്ദേഹം കൈവച്ചു. കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കാൻ പാറ്റ്നയിൽ ഒരു ആശുപത്രിയും അദ്ദേഹം നിർമ്മിച്ചു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് പോലീസ്, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ സർക്കാർ ജോലി ലഭിച്ചത് അദ്ദേഹത്തിന്റെ ക്ലാസുകളിലൂടെയാണ്. ഇത് അദ്ദേഹത്തിന്റെ അധ്യാപന മികവിന്റെ വലിയ തെളിവായി ആരാധകർ എപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്. ഖാൻ സാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് BJPയുടെ പ്രതിനിധിയല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പലപ്പോഴും ദേശീയത, ഇന്ത്യൻ സംസ്കാരം എന്നിവയുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ അദ്ദേഹം BJPയോട് അടുപ്പമുള്ള ആളാണെന്ന് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട്. തനിക്കെതിരെ നടക്കുന്ന വിവാദങ്ങൾ ഒരു ഗൂഢാലോചനയാണെന്നും താൻ വളരുന്നത് ഇഷ്ടപ്പെടാത്ത ചില കോച്ചിംഗ് മാഫിയകളാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചില വിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ടാകാം എന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ നേരിട്ട് നിയന്ത്രിക്കുന്നു എന്നതിന് യാതൊരു തെളിവുകളുമില്ല. താൻ ഒരു അധ്യാപകനാണെന്നും അറിവിന് ജാതിയും മതവുമില്ലെന്നും അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം ചില ഹിന്ദു ആചാരങ്ങളിൽ പങ്കുചേരുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകാറുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കാണുന്നവരുമുണ്ട്. അതേസമയം ചിലർ ഇതിനെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി വിമർശിക്കാറുണ്ട്. എന്നാൽ ബീഹാർ എന്നത് വെറുമൊരു സ്ഥലമല്ല. 61.80 സാക്ഷരത മാത്രമുള്ള, രാഷ്ട്രീയ അസ്ഥിരതയും ക്രിമിനൽ പശ്ചാത്തലവും നിലനിൽക്കുന്ന ഒരു മണ്ണ്. ഇവിടെ വിദ്യാഭ്യാസത്തെ ലാഭത്തിനായിട്ടുള്ള കച്ചവടമായി കാണുന്ന കോച്ചിംഗ് മാഫിയകൾ സജീവമാണ്. താൻ ഈ കച്ചവട രീതിയെ എതിർത്തതുകൊണ്ടാണ് തനിക്കെതിരെ ബോംബേറെ അടക്കമുള്ള ഭീഷണികൾ ഉണ്ടായതെന്ന് ഖാൻ സാർ പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പകയും രാഷ്ട്രീയ ഇടപെടലുകളും ഏറ്റവും ഒടുവിൽ എത്തിയത് ജൂൺ 2 അക്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന വെടിവെപ്പും തുടർന്ന് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസുകളും വലിയ ചർച്ചയായി. ഫയർ ആൻഡ് സേഫ്റ്റി മാനദണ്ഡങ്ങളിലെ വീഴ്ചകൾ ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ നിയമത്തിന്റെ മുന്നിലാണ്. ഇതൊരു ഗൂഢാലോചനയാണോ, അതോ നിയമം ലംഘിച്ചുള്ള നടപടിയോ? വിദ്യാഭ്യാസം എന്നത് ആയുധമാക്കുന്നവർക്കിടയിൽ ഒരുപാട് പേർക്ക് അറിവ് പകർന്നു നൽകിയ ഒരു വ്യക്തി. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ ആരും അതീതരല്ല എന്നത് ബീഹാറിന്റെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഖാൻ സാർ എന്ന അധ്യാപകനെ കാലം എങ്ങനെ അടയാളപ്പെടുത്തും? അത് കാത്തിരുന്നു കാണാം.